ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം 5th സെപ്റ്റംബർ ആണ്. അതായത് നമ്മൾ 8th സെപ്റ്റംബറിൽ ഹരിയുടെ ഒരു കസിൻ്റെ കല്യാണമുണ്ട്. അതും കഴിഞ്ഞിട്ട് 10th നമ്മൾ തായ്ലൻഡിൽ പോവാണ്, ബാങ്കോക്ക് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒറ്റയ്ക്കുള്ള യാത്രയായിരിക്കും. അത് ലാസ്റ്റ് ടൈം എന്നെ ഹരി ഈവൻ ബാങ്കോക്കിൽ നിന്ന് ഫ്ലൈറ്റ് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പോകുന്നത് ബാങ്കോക്കിൽ പോയിട്ട് കൊസാമിയു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്, സാമിയു. ഓക്കെ, ആ സ്ഥലത്താണ് ഹരി വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ പോകണമെങ്കിൽ നമ്മൾ ഇപ്രാവശ്യം കംപ്ലീറ്റ്ലി ഒറ്റയ്ക്ക് തന്നെ പോകണം. അതായത് ഹരി പിക്ക് ചെയ്യാൻ വരത്തില്ല, ഹരിക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും പേടിയൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി പോണത്. സോ എന്തായാലും നമ്മൾ നേത്രാവതി കയറിയിട്ട് നമ്മൾ കൊച്ചിയിലെത്തി. അതായത് വെഡിങ് റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യാനുണ്ടായിരുന്നു. ഈ യെല്ലോ വേണോ അതോ നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോണ വൈറ്റ് വേണോ എന്നുള്ള കൺഫ്യൂഷൻ്റെ ഒടുവിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന യെല്ലോ കളർ കുർത്ത സെറ്റ് തന്നെയായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ടോട്ടൽ കളറും കാര്യങ്ങളും അടിപൊളിയായിരുന്നു. ശേഷം 9th, അതായത് 8th കല്യാണമൊക്കെ കഴിഞ്ഞു. 9th നമ്മൾ അത്യാവശ്യം കുറച്ച് കറങ്ങും ഒക്കെ ചെയ്തു. 10th ഞാൻ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കണതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുളിക്കാൻ പോയിട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ബാഗ് പാക്കിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഭയങ്കരമായിട്ട് പാടുപെട്ടിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. കുറച്ച് ഓവർലോഡ് ഉണ്ടായിരുന്നു. ഫൈനലി തൂക്കി നോക്കിയപ്പോഴേലും 4 കിലോ അങ്ങാണ്ട് കൂടുതലായിരുന്നു. അപ്പോൾ പിന്നെ അത് മാറ്റിയിട്ട് ഞാൻ എൻ്റെ അനിയൻ, അതായത് അവൻ ഓണം വെക്കേഷനിൽ വീട്ടിൽ പോകും. അപ്പോൾ അവന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ടീഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ റെഡി ആയിട്ട് മെല്ലെ പോകാനുള്ള ആ ഒരു എന്താ പറയുക ഇതിലാണ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അലങ്കാര പരിപാടി, മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വളരെ സട്ടിലായിട്ട് സ്കിൻ കെയർ മാത്രം ചെയ്തിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം എനിക്ക് ഇന്ന് രാത്രി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് തായ്ലൻഡ് എത്തി, ബാങ്കോക്ക് എത്തി. ബാങ്കോക്കിൽ നിന്ന് തിരിച്ചൊരു ഫ്ലൈറ്റ് ഉണ്ട്. കുറച്ച് അത്യാവശ്യം സമയം എടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങുമ്പോഴേലും ഒരു ബോധം ഇല്ലാണ്ട് ഉറങ്ങുമ്പോഴേലും എല്ലാം ഓരോരു വഴിയാവും. അതിനേക്കാൾ നല്ലതൊന്നും ചെയ്യാതെ സിമ്പിൾ സ്കിൻ കെയറിൽ തീർക്കണമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടേർമറിക് ഫേസ് സീറമാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് 2% നിയാസിനമൈഡ് ഉണ്ട്. അതേപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡും ഉണ്ട് 10%. ആൻഡ് ഇതിൽ വരുന്നത് സവരസ കോൾഡ് പ്രസ് എക്സ്ട്രാക്ഷൻ ആണ് കേട്ടോ. അതായത് ടേർമറിക് ആക്റ്റീവ്സിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ആ സീറം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫെയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് കോൾഡ് പ്രസ്ഡ് ടേർമറിക് ആണ് കേട്ടോ. ഞാൻ ഇതേപോലെ ഒരു 2 തൊട്ടിട്ട് 3 ഡ്രോപ്പ് വരെ എടുക്കും. അതിനുശേഷം ഇതേപോലെ ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് ഫേസിൽ ഈവനായിട്ടൊന്ന് അപ്ലൈ ചെയ്യട്ടോ. നല്ല രീതിയിൽ വിത്തിൻ നമ്മുടെ ഫേസിൽ ഡൾനെസ് ഉണ്ട്, ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതൊരു 7 days കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, രണ്ട് പ്രാവശ്യമായിട്ട് രാവിലെയും രാത്രി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നന്നായിട്ട് അബ്സോർബ്ഡ് ആയിട്ട് ആ ഒരു നമുക്കൊരു ഫീല് വരും. നമുക്ക് എന്താ പറയുക, ഓൾ പെർഫെക്റ്റ് എന്നുള്ളൊരു ഫീല് വരും. ഇതിൻ്റെ മേലെ ഞാൻ എൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യുന്നത്. ഹെയറിൽ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ചെയ്തില്ല. വേണമെങ്കിൽ ലിപ്സ്റ്റിക് നോക്കാം. ഞാൻ ഓൾറെഡി കുറച്ചൊരു ടിൻറ്റ് പോലത്തെ സംഭവം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. മാത്രമല്ല 30% ഓഫ് ഉണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ. സോ എന്തായാലും ഇന്ന് നിങ്ങൾ ഈ ഒരു വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ 30% ഓഫിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും എന്തായാലും. അപ്പോൾ എന്തായാലും ഈ പ്രോഡക്റ്റ് പറഞ്ഞ പോലെ സപ്പോസ് നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ്, അൺഈവൻ സ്കിൻ ടോൺ, പിഗ്മെന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്കൗട്ട് ചെയ്യാം. ഇനി എൻ്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്തു തുടങ്ങണം, മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ പോയിട്ട് ചെറുതായിട്ടൊന്ന് ചായയൊക്കെ കുടിച്ചൊന്ന് സെറ്റിലായിട്ട് എനിക്ക് ചെറിയൊരു തലവേദന. അപ്പം അങ്ങനെ മെല്ലെ മെല്ലെ പോകാനാണ് ഉദ്ദേശം. അങ്ങനെ ഞങ്ങളുടെ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 6:30 ആയപ്പോഴേലും വീട്ടിൽ നിന്ന് ഇറങ്ങി, വൈക്കം വീട്ടിൽ നിന്ന് ഇറങ്ങി. വൈക്കം ടു കൊച്ചി പോകണമല്ലോ. കൊച്ചിയിലാണ് നമുക്ക് ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ അതിനേക്കാൾ മുൻപ് എൻ്റെ അനിയനെ കാണാനുണ്ട്. അവൻ കൊച്ചിയിൽ പഠിക്കുകയാണല്ലോ. അപ്പോൾ എന്തിനാ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്ടി കഷ്ടപ്പെട്ട് പൂട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് വെയിറ്റ് തൂക്കിയപ്പോഴേലും 4 കിലോ അധികമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങൾ അവനെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന പോക്കിൽ അത് കൊണ്ട് കൊടുത്തു. അതിനുശേഷം ഓൾമോസ്റ്റ് 8:30 ആയപ്പോഴേലും എയർപോർട്ടിലെത്തി. അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു ഉള്ളിൽ കയറി കിട്ടാൻ വേണ്ടിയിട്ട്. ശേഷം പിന്നെ ചടപടയെന്ന് കഴിഞ്ഞിട്ടുണ്ടായി. എനിക്ക് ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് അതിൻ്റെ ഒക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് പ്രൊസീജിയർ കാര്യങ്ങൾ. മാത്രമല്ല ലാസ്റ്റ് ടൈം പോയപ്പോഴേലും വിസ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം വിസ ഇല്ലാതെയാണ് പോയത്. അത് നമുക്ക് ഓൾറെഡി പോവാമല്ലോ. ഇപ്പം കുറച്ച് കൺട്രീസിലൊക്കെ ഇന്ത്യൻസിന് വിസ ഇല്ലാതെ പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു കൺട്രിയാണ് ബാങ്കോക്ക് അഥവാ തായ്ലൻഡ്. ഇപ്പം ഞാൻ പോകാൻ വേണ്ടി പോകുന്ന സാമിയു. പക്ഷേ എനിക്കൊരു പേടി, എങ്ങനെയാണ് ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാൻഡിൽ ചെയ്യാമല്ലോ. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ചെയ്ത് കൂട്ടി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉള്ളിൽ കയറി
ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് ഫുഡൊക്കെ അടിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേലും ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഫുഡ് കഴിച്ചില്ല, വെളിയിൽ നിന്ന് കഴിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരു ഷവർമ റോൾ ആ ഒരു സംഭവം എന്താണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അത് എക്സാക്ട് അതിൻ്റെ നെയിം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് വാങ്ങിച്ചു കഴിച്ചു. ശേഷം പോയിരുന്നു കുറച്ച് നേരം പോസ്റ്റ് ആയിരുന്നു. ആദ്യം ഫ്ലൈറ്റിൽ കയറി ഞാനാണ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ വേണം തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം ചില്ല് ചെയ്തിരിക്കുമ്പോഴേലും നല്ല മുട്ടൻ മഴയായിരുന്നു കേട്ടോ. പുറത്ത് നല്ല മുട്ടൻ മഴ, ഉള്ളിൽ അതിനേക്കാളും നല്ല തണുപ്പ്. ആൻഡ് ഇതാണ് ഞാനിരുന്നുണ്ടായിരുന്ന സീറ്റ്. ഇവിടം തൊട്ട് അങ്ങോട്ടേക്ക്, അതായത് എൻ്റെ റോയും അതിനേക്കാളും തൊട്ട് കൊണ്ടുള്ള റോയും കംപ്ലീറ്റ്ലി ആരും ഉണ്ടായിരുന്നില്ല. ഫുള്ളി എന്താ പറയുക, ഈ ഒരു നമുക്ക് എമർജൻസി എക്സിറ്റ് ആ സൈഡിലുള്ള സീറ്റാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ചും കൂടെ ഇങ്ങനത്തെ ഒരു ജേണിയൊക്കെ ആകുമ്പോഴേലും അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫുള്ളായിരിക്കും, ഫിൽഡായിരിക്കും, എൻ്റെ പൊന്നെയും ഉറങ്ങുമ്പോഴേലും മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേലും തന്നെ നമ്മളുടെ ഫുഡ് വന്നിട്ടുണ്ടായി. ബബിൾ ടീയും അതേപോലെ തന്നെ ലസാനിയായിരുന്നു. ഇതൊക്കെ പ്രീ ബുക്ക് ചെയ്യുന്ന ഫുഡാണ് കേട്ടോ. നമുക്ക് വേണ്ട എന്താണോ അവരുടെ, നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ മെനു ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്താൽ മതി. ചില ടൈമിൽ നമുക്ക് അറിയത്തില്ല എന്താണെന്നുള്ളത്. ഒരു നമ്മൾ പറയത്തില്ല, സഡൻ സർപ്രൈസ് ആയിട്ട് കൊണ്ടു തന്നു അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാവും. എത്തിയേക്കുവാണ് നമ്മൾ. പക്ഷേങ്കിൽ ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇതാണ് എൻ്റെ ലഗേജ്. എവിടെ? ഞാൻ ബാത്റൂമിലാണുള്ളത് ഗൈസ്. ഇവിടുന്ന് ഇപ്പം സമയം രാവിലെ 4:40. എനിക്ക് ഫ്ലൈറ്റ് വരുന്നത്, കണക്ഷൻ ഫ്ലൈറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 9:30 സംതിങ് ആണ് ഇവിടുത്തെ സമയം. അത് നാട്ടിൽ എനിക്ക് തോന്നുന്നു 8 മണിയാണെന്ന് തോന്നുന്നു. അതിനി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഫ്ലൈറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ റോള്, ഐ മീൻ എൻ്റെ റോള് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ റോയും അതിൻ്റെ മുമ്പിലത്തെ റോയും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു കംപ്ലീറ്റ്ലി. അതുകൊണ്ട് ബോധമില്ലാണ്ട് അതെന്നൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങി. ഇനി എന്തായാലും പോയിട്ട് നെക്സ്റ്റ് എവിടെ നിന്നാണ് ഫ്ലൈറ്റ് കയറേണ്ടതെന്ന് എനിക്കും വലിയ ധാരണയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഹരി ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ എൻ്റെ ബ്രെയിൻ പ്രവർത്തിപ്പിക്കേണ്ട വന്നിട്ടില്ല. ഇപ്രാവശ്യം കുറച്ച് പാടാണ് ഗൈസ്. ഒരു ഇച്ചിരി കൺഫ്യൂഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഏതോ സ്റ്റാർബക്സിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. ഇത് ഞാൻ എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന സാധനമാണ്. ഇതാണ് എന്നെ ഇന്ന് രക്ഷിച്ച്. ലൈക്ക് ഫ്ലൈറ്റിൽ കയറിയപ്പോഴേലും ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇട്ടിട്ട് തണുപ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചെങ്കിലും ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ ഇതൊക്കെ മൂടി പറിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ നെക്സ്റ്റ് ഫ്ലൈറ്റ് എവിടെയാണെന്ന് നോക്കട്ടെ. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് അടിക്കാൻ പറ്റുമെങ്കിൽ ഫുഡ് അടിക്കട്ടെ. സോ ഞാൻ ബാക്കി പറഞ്ഞുതരാം പ്ലീസ്. ഞാൻ റീചാർജ് ചെയ്യാൻ കയറിയേക്കുവാണ്. അവിടെ പോയി എൻ്റെ പേഴ്സ് 700 ബാത്ത്. എൻ്റെ പേഴ്സ് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഞാനിപ്പോൾ റീചാർജ് ചെയ്യാൻ വന്നേക്കുവാണ്. സോ നമ്മൾ എടുത്തേക്കുന്നത് ഒരു 700 ബാത്തിൻ്റെ ആണ്. സോ ഇപ്പോൾ എടുത്ത് 1000 അങ്ങ് പോയി കിട്ടി. 2000 രൂപ കഥം. ഇവിടെ ഗംഭീര തിരക്കാണ്. ഞാനിപ്പോൾ സ്റ്റാർബക്സിൽ വന്നേക്കുവാണ്. എന്തെങ്കിലും കുടിക്കട്ടെ. ഒന്നും കഴിക്കണില്ല എന്ന് വിചാരിക്കുന്നു, എന്നാലും എന്തെങ്കിലും കഴിക്കാം. എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചാൽ ഇതൊക്കെയാണ്, ഈ ഓപ്ഷൻസൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്ത് കഴിക്കാം? ബനാന, ചീസ് കേക്ക് വേണോ, ഡാർക്ക് ചോക്ലേറ്റ്? സോ ഇതിൽ നിന്ന് ഏത് ചൂസ് ചെയ്യുമെന്ന് അറിയത്തില്ല. ലെറ്റ്സ് ഗോ ഫോർ ദിസ്. I'll choose this. It's ice burner. It's okay? Yeah. Okay. This size small, medium, large? Medium. You offer here, take away. Here. Okay. I can have it from here, right? Okay. You want normal milk or oat milk, almond milk, soy milk, coconut milk, non-fat milk? Which milk is best, like better? For me, is oat milk. It's Yeah, better. I'll try. You want normal sweet or less sweet? Sweet. Okay. What's your name, please? Reshma. Yes, sure. Anything else? Nice some snack coffee. അങ്ങനെ 600 രൂപ പോയി കിട്ടി ഗൈസ്. Thank you. Thank you so much. Yeah guys.
ഫോൺ ഇവിടെ വെക്കട്ടെ. അയ്യോ അയ്യോ ഇതെന്തുവാടേ ഒന്ന് നേരെ. ഓക്കെ എൻ്റെ സാധനം തരണം ഗൈസ്. ഞാനൊരു എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് എനിക്ക് പറയാത്തില്ല, വരും പറയാം. എന്തായാലും 600 രൂപ പോയി കിട്ടിയത്. മുൻപ് ഹരിയുടെ ഒപ്പം വരുമ്പം ഞാൻ ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ടല്ലോ. അപ്പം എത്രയാ പോകുന്നത് എന്താണെന്നും ഞാൻ അറിയത്തില്ല. ഇപ്രാവശ്യം ഒറ്റയ്ക്ക് വന്നപ്പോഴാണ് ഞാൻ അറിയണം, ഓ മൈ ഗോഡ് ഇതിനൊക്കെ ഇത്ര ചിലവല്ലേന്ന്. ഞാൻ ഏകദേശം ഒരു 5000 ബാത്ത് എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 13,000 രൂപ. അതിൽ ഇപ്പോൾ ഒരു 2500 രൂപ കഥം ഒന്നും ചെയ്തിട്ടില്ല. ഒരു മൊബൈൽ റീചാർജും ഒരു ചായയും ഗൈസ്. കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം. ഫ്ലൈറ്റിൽ എന്തെങ്കിലും ഉണ്ടാവും. അത് 9:40 അങ്ങനെ എങ്ങാണ്ടാണ് ഫ്ലൈറ്റ് വരുന്നത്, നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ്, സാമിയൂലോട്ടേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ എന്തായാലും എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടെ നമുക്ക് ഫെമിലിയർ സ്റ്റാർബക്സ് ആണല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഡ്രൈവ് ചെയ്യാം. ഇവിടെ എവിടെയെങ്കിലും എടുത്തിട്ട് കുടിക്കണം. തട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ. തണുക്കണു ഗൈസ്, തണുക്കണു. നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഇരിക്കാനുള്ള സ്പോട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ കണ്ടില്ല. എന്തായാലും അങ്ങോട്ടേക്ക് പോവാം നമുക്ക്. അയ്യോ എൻ്റെ ബാഗിൻ്റെ ഉള്ളിലാണ്. ഓക്കെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ. ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എന്താണ് വ്യൂ, അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഇനി എന്തായാലും കുറച്ച് നേരം ഇവിടെ ഇരിക്കണം. ഞാൻ റീചാർജ് ചെയ്തിട്ടുണ്ടായി, അപ്പോൾ ഒന്ന് ഹരീനെ വിളിച്ച് പറയട്ടെ. റീചാർജ് ചെയ്തു. ഞാൻ വിചാരിച്ചു ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെന്ന്. ഞാൻ കോൾ ചെയ്യാൻ പോയപ്പോഴേലും പറയാണ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാൻ. അയ്യോ ഒറ്റയ്ക്കുള്ള ട്രിപ്പ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാനിങ്ങനെയൊക്കെ തന്നെയാണ്. കുഴപ്പമില്ല, ഇങ്ങനെയാണല്ലോ ഓരോരോ കാര്യങ്ങൾ പഠിക്കാം അല്ലേ ഗൈസ്. ഇവിടെ കുറേ പിള്ളേരുണ്ട്. എനിക്ക് തോന്നുന്നു ട്രിപ്പ് വന്നേക്കുവാണെന്ന്. നമ്മൾ ഈ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. എവിടെ എവിടെയൊക്കെയാണ് ഉണ്ടായത് സ്കൂളിൽ നിന്ന്? നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. പക്ഷെങ്കിൽ ദൂരമൊന്നുമല്ല, അടുത്തൊക്കെ തന്നെ. വീഗാലാൻഡ്, വണ്ടർല, വിസ്മയ. എൻ്റെ 600 രൂപ പോയി ഗൈസ്. എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഓട്ട് മിൽക്ക് വേണോ വേറെ എന്തൊക്കെയോ മിൽക്ക് വേണോ എന്ന്. എനിക്ക് ആകെ കേട്ടിട്ടുണ്ടായിരുന്ന ഓട്ട് മിൽക്ക് മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കുറയ്ക്കണ്ട, അത് തന്നെ എടുത്തോളാൻ. അപ്പോൾ അതിന് എക്സ്ട്രാ ബാത്തായിരുന്നു. ഞാൻ പറഞ്ഞില്ല പിള്ളേർ ഇവിടെ ട്രിപ്പിന് വന്നേക്കുവാന്ന് ഞാൻ കാണിച്ചുതരാം. കണ്ടില്ല നമ്മളിനെയും കൊണ്ടുപോയിൻ്റെ ട്രിപ്പൊക്കെ. എങ്ങോട്ടേക്ക്? വിസ്മയ, വീഗാലാൻഡ്, ലൈറ്റ് ഹൗസ്. നിങ്ങൾ എവിടേക്കാണ് സ്കൂളിൽ നിന്ന് സ്കൂൾ ട്രിപ്പായിട്ട് കൊണ്ടുപോയിരിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി ഞാൻ ഒരു ഇപ്പം സമയം, ഇവിടുത്തെ സമയം വന്നിട്ട് 5:40, നാട്ടിലെ സമയം വന്നിട്ട് 4:10. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഹരി പറഞ്ഞേക്കുന്ന ഒരു 6-6:30 ആകുമ്പോഴേലും അവർ ലഗേജ് എടുക്കും എന്നാ. അപ്പോൾ ഞാൻ
കൊണ്ടുപോയിട്ട് ലഗേജ് ഡംപ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഉറക്കപ്പിച്ച് ഇന്നും മാറിയിട്ടില്ല കേട്ടോ. ഭയങ്കര സുഖമായിരുന്നു. പക്ഷേ എൻ്റെ കംപ്ലീറ്റ് റോയും എൻ്റെ ഫ്രണ്ട് റോയിലും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ പറയാ, ഞാൻ വിചാരിച്ചു ഭയങ്കര തിരക്ക്. ലാസ്റ്റ് ടൈം ഞാൻ എറണാകുളത്ത് നിന്ന് നമ്മൾ ബാങ്കോക്ക് പോകുമ്പോഴേക്കും ഫുൾ റഷായിരുന്നു. ഒരുമാതിരി എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് ഒരു സീറ്റ് ഒഴിവില്ലാതെ എല്ലാവരും കൂടെ ഒരു ഫുൾ ഒരു സഫോക്കേറ്റഡ് ഫീലായിരുന്നു. ഇപ്രാവശ്യം ഭയങ്കര ഫ്രീ, ആരുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ റോ ഫസ്റ്റ് ഞാൻ ഇരിക്കുന്ന റോയും എൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവുമല്ലോ, ആ റോ ഫുള്ളി ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഞാൻ വിചാരിക്കുമ്പോൾ ഇത് കുടിക്കരുതെന്ന്, പക്ഷെ എനിക്ക് ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരൊറ്റ റീസണിലാണ് ഞാൻ ഇത് വാങ്ങിക്കുന്നത്. ഈ ഫ്രണ്ടിലെ ക്രീമൊക്കെ കാണുമ്പോഴേ ഒരു കൗതുകമാണ്. എത്ര കിട്ടിയാലും പഠിക്കത്തുമില്ല. പിന്നെ ഇവിടെ നിന്ന് ഇപ്പം രാവിലെ ഒരു സേഫ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും കേട്ടോ. എനിക്ക് പറയത്തില്ല വേറെ എന്തൊക്കെയാണ് ഏതാണെന്നൊന്നും. അപ്പോൾ പിന്നെ ചുമ്മാ വല്ലതും കഴിച്ചിട്ട് പണി വാങ്ങിച്ചു വെക്കുന്നതിനേക്കാളും ഭേദമാണല്ലോ നമുക്കറിയാവുന്ന ഒരു സാധനം കഴിക്കണം. സോ ഞാൻ ഹരീനെ വിളിച്ച് പറയട്ടെ. ചിലപ്പോൾ അവൻ എന്നെ എടുത്തിട്ട് അറിയാനുള്ള സാധ്യത ഉണ്ട്. അയ്യോ, ഹലോ എടാ, 1000 ബാത്ത് ഇപ്പൊ തന്നെ കഴിഞ്ഞടാ. ഒന്ന് റീചാർജ് ചെയ്തതാ മൊബൈല്. 700. എനിക്കറിയത്തില്ലടാ. എനിക്ക് ഇവിടുന്ന് പേടിയായിട്ട് വൈഫൈ കണക്ഷൻ പോയി. എനിക്കും അറിയത്തില്ലടാ. എൻ്റെ അടുത്ത് അവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു റീചാർജ് ചെയ്യണം, എൻ്റെ കയ്യിൽ ഓൾറെഡി സിം ഉണ്ടെന്ന്. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ ഫോൺ നോക്കട്ടെ. അപ്പൊ ഞാൻ ഫോൺ കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ ഇതാണ് റീചാർജിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അത് എനിക്ക് ബ്രോഷർ കാണിച്ചു തന്നു. ബ്രോഷറിൽ ഫസ്റ്റ് ഉള്ള 700, പിന്നെ ഉള്ള 1400 ഒരു മാസത്തെയാണേ. ഓ എടാ വൈഫൈ ഇല്ല. അത് ഞാൻ ആലോചിച്ചില്ല. പോട്ടെ, അബദ്ധം പറ്റി. അതൊന്നും അറിയത്തില്ലടാ. അവരോട് സംസാരിച്ചിട്ട് മനസ്സിലാവേണ്ടതല്ലോ. അതിനകത്ത് Mbps എഴുതിയേക്കുന്നത് 5 MB/s അത്രേ ഉള്ളൂ. ഐ മീൻ സ്പീഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സ്പീഡ് കൂടുമ്പോഴാണ് പൈസ വരുന്നത്. ഇപ്പൊ എനിക്ക് നിന്നെ വിളിക്കാൻ പറ്റണ്ടല്ലോ. നേരത്തെ വരെ വിളിക്കാൻ പറ്റുന്നില്ലായിരുന്നല്ലോ. ഒരബദ്ധം. സ്റ്റാർബക്സിലാണുള്ളത്. എങ്ങോട്ടാ ചെല്ലണ്ടേ? എങ്ങോട്ടാണോ പോണ്ടേ? ഒന്നാമത്തെ പ്ലാറ്റ്ഫോമോ? അത് ഞാൻ തപ്പി പിടിക്കാം. ഇല്ല, നമ്മള് പോയ സ്റ്റാർബക്സിലല്ല പോയേക്കുന്നത്. ഞാൻ ഒരു കുഞ്ഞ് സ്റ്റാർബക്സിലാ ഉള്ള. നമ്മള് പോയ കൊറേ കടകളുടെ ഇടയിൽ കൂടെ അല്ലേ തന്നെ. നമ്മൾ പോയ ഫസ്റ്റ് സ്റ്റാർബക്സ് വന്നിട്ട് അപ്പുറം വാച്ചിന്റെ കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ വാച്ച് വേണോ ഈ വാച്ച് വേണോ എന്നൊക്കെ പറഞ്ഞില്ലേ, ഓർക്കുണ്ടോ?
അല്ല നമ്മള് ഈ ടിക്കറ്റ് എടുക്കൂലേ? ആ അത് ഞാൻ ശ്രദ്ധിച്ചില്ലടാ. നടന്നുകൊണ്ടിരിക്കുവാണ് 14 ഇതിൽ കയറി പോണമെന്നൊന്നും അറിയത്തില്ലല്ലോ. ഞാൻ പോണ്ടത് കോ സാമിയൂലാണ്. കോ സാമിയു അല്ല, സമായു. പക്ഷെ ഞാൻ ഇത്ര നേരവും ചോദിച്ചുകൊണ്ടിരുന്ന കൊസാമിയു എന്തൊക്കെയോ എനിക്കറിയത്തില്ല ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരൊന്നും. എനിക്ക് എത്ര കോ സാമിയു ആണോ സമയു ആണോ എന്ന് എനിക്കിപ്പോഴും കൺഫ്യൂഷനുണ്ട്. എന്തായാലും നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് സമയു, ഇതാണ് നമ്മളുടെ ഫ്ലൈറ്റ്. ഓക്കെ, സോ നമുക്ക് പോവാം. 14 ചോദിച്ചു നോക്കാം. ഐ ഗസ് ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഈ ഷോൾ ഇല്ലെങ്കിലുണ്ടല്ലോ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നി എന്തു തണുപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് പണ്ടാരടങ്ങ രാവിലെ തണുത്ത സാധനവും കൂടെ കുടിച്ചു. പോയി ക്യൂ നിൽക്കട്ടെ ഗൈസ്. ടിക്കറ്റ് കാണിച്ചു കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ചെക്ക് ഇൻ ചെയ്തിട്ട് ഞാൻ വരാം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നമ്മൾ ഫൈനലി ചെക്ക് ഇൻ കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. 14 പക്ഷെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യത്തില്ല. എൻ്റെ വാച്ചിൽ വേറെ സമയം, ഇവിടുത്തെ വേറെ സമയം. അതായത് ഇപ്പം സമയം ഇവിടുത്തെ വന്നിട്ട് 6:46. അപ്പോൾ നമുക്കൊരു 7:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ വെയിറ്റ് ചെയ്യാം. ഞാൻ കുറേ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ്. എനിക്ക് നല്ല ഉറക്കവും വരുന്നു. ഹരി കൂട്ടാൻ വേണ്ടി വരും. ഒരു 10:30 ആകുമ്പോൾ അവൻ കൂട്ടാൻ വരും. 10:30 ആകുമ്പോൾ ഞാൻ ഇവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി മലയാളീസ് ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം. ഈ ഒരു ഏരിയയിലൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് മലയാളീസിനെ കണ്ടു. പിന്നെ ഉണ്ടല്ലോ, പറയാൻ പാടുമോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടുന്ന് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എവിടെയാണുള്ള ഇവിടുത്തെ ഡിസ്പ്ലേന്ന് ഞാൻ കാണിച്ചുതരാം എവിടെയാണുള്ളത്. പക്ഷേ എങ്കിൽ എനിക്ക് കണ്ണ് കാണുന്നില്ല ഗൈസ്. ഇങ്ങനെ സൂം ചെയ്യുമ്പോഴേലും കുഴപ്പമില്ല, അല്ലാതെ കണ്ണ് കാണുന്നില്ല. ഞാൻ പോകുന്ന ഫ്ലൈറ്റ് വന്നിട്ട് അയ്യോ ഇതാ ഈ ഫ്ലൈറ്റാണ്. സാമിയു 0905 14 PG 45 ഇതൊക്കെ കണ്ടില്ലേ, 451 അതിലാണ് ഞാൻ കയറി പോകുന്നത്. എൻ്റെ ലഗേജ് വന്നിട്ട് എറണാകുളം നിന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 24 കിലോ അങ്ങാണ്ടാണ്. അപ്പോൾ കണഞ്ചേട്ടൻ വന്നിട്ട് നോക്കിയിട്ട് 4 കിലോ അങ്ങാണ്ടും അധികമാണെന്ന് പറഞ്ഞപ്പോഴേലും ഞാൻ മാറ്റിയിട്ട് അതെടുത്തിട്ട് ഹരിക്കുട്ടിന് കൊണ്ടു കൊടുത്തു, അവൻ നാട്ടിൽ പോകുമ്പോൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കൃത്യം 20.2 കിലോസ് ആയിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ എറണാകുളം എയർപോർട്ടിൽ നിന്ന് തുറന്നിട്ട് ബാക്കി തലയിലൊക്കെ ഇട്ടിട്ട് വരേണ്ടി വരും. ഇപ്പം ഇനി ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് വിചാരിക്കുന്നു. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തി ഗൈസ്. സമയു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല പേടിയുണ്ടായിരുന്നു. എങ്ങനെ എവിടെ എന്ത്, ഒന്നാമത് വിസ അടിക്കാതെയാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്താ പ്രൊസീജിയർ എന്നറിയില്ല. ലാസ്റ്റ് ടൈം വന്നപ്പോഴേലും ഹരി ഉണ്ടായിരുന്നു ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് വിസ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ജസ്റ്റ് നമുക്ക് നോർമലി വരാമല്ലോ 20 ദിവസം വിസ ഇല്ലാതെ, ആ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. പക്ഷേ ഇതിൽ വലിയ ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഇല്ല ഇതുവരെയ്ക്കും. എനിക്കറിയത്തില്ല, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. സ്വതവേ എൻ്റെ ലക്ക് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇടിവെട്ടിയ പോലെ വേറെ വല്ലതും വരും.
പക്ഷേങ്കിൽ ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ലെറ്റ്സ് സീ. ധൈര്യമായിട്ട് ഇവിടുന്ന് വ്ളോഗ് ചെയ്യാം. പ്രത്യേകിച്ച് മലയാളികളൊന്നും കാണുന്നില്ല അവിടെ. കൈയൊക്കെ വേദനിക്കുന്നു. ഞാൻ ഫോണ് പിടിക്കുക ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് കേട്ടോ. വളവ് കണ്ട നിങ്ങൾ അങ്ങനെയാണ് ഫോൺ പിടിക്കാറെങ്കിലും ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ ഫോൺ കൊണ്ട് കളിക്കുമ്പോഴും നോർമലി കാണുമ്പോഴും ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ ഒക്കെ ഞാൻ ഇങ്ങനെ ഈ ഒരു ചെറിയ വിരലിൻ്റെ മേലെ ഫുൾ വെയിറ്റും കൊടുത്തിട്ടാണ്. ഇപ്പോൾ നോക്കുമ്പോഴേലും വളഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനി ഞാൻ അങ്ങോട്ടിട്ട് പറയാം ബാക്കി വിശേഷങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോഴേലും എനിക്ക് തന്നെ യൂസ് ആകാൻ വേണ്ടി ഞാൻ പറയണ കാര്യമാണ്. ഇത് ഞാൻ ഫോണിൽ ഞാൻ സേവ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അതുകൊണ്ട് ഈ വീഡിയോ തന്നെ ഇരുന്നോട്ടെ. വേണ്ട വയസ്സ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ബാങ്കോക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാങ്കോക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഡിപ്പാച്ചർ വന്നിട്ട് തേർഡ് ഫ്ലോർ വരാം. ഇറങ്ങിക്കഴിഞ്ഞ് ലഗേജ് എടുത്ത് റൈറ്റ് സൈഡിൽ നടക്കാം. ഓക്കെ, ലഗേജ് എടുത്തുകൊണ്ട് റൈറ്റ് സൈഡിൽ നടന്നിട്ട് അവിടുന്ന് തേർഡ് ഫ്ലോർ പോവാം. തേർഡ് ഫ്ലോർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഡിപ്പാച്ചറാണ്. താഴെ ഇറങ്ങി ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സംഭവം തന്നെയാണ്. ഓക്കെ, ഞാനൊരു പുതിയ ഇയർഫോൺ വാങ്ങിച്ചാണ്, സി ടൈപ്പ്, എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഗസ് ദ പ്രൈസ് ഗൈസ്. എൻ്റെ സാധനം കൊണ്ട് കളഞ്ഞു. ലാസ്റ്റ് ടൈം വന്നപ്പോഴേലും സോണിയിലൊരു സാധനം ഉണ്ടായിരുന്നില്ലേ, അത് കൊണ്ട് കളഞ്ഞു. അപ്പോൾ ഞാൻ വേറെ തൽക്കാലത്തേക്ക് ഒരെണ്ണം അത്യാവശ്യത്തിന് വാങ്ങിച്ചതാണ്. അത്യാവശ്യത്തിന് വാങ്ങിക്കാൻ വേണ്ടി പോലും എനിക്ക് അവിടുന്ന് എയർപോർട്ടിൽ പോയപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം ഓൾമോസ്റ്റ് 2000 രൂപയായി ഈ സാധനത്തിന്. വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് വാങ്ങിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് വാങ്ങിയതാണ്. എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ വൻ ചിലവാണ്. കാശ് പോകുന്ന അറിയത്തില്ല ഏത് വഴി കൂടിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം നമ്മുടെ മെയിൻ പെട്ടിയൊക്കെ കൊടുത്തു. ഇനി ഇങ്ങനെ കുറച്ച് നേരം നടന്ന് കളിക്കാം. 9 മണിക്കാണ് ഫ്ലൈറ്റ്. 9:10 കണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ കാണുന്നു. ലെറ്റ് മീ ട്രൈ ഗൈസ്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ കടകളാണ്. ആൻഡ് ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്നായിരുന്നു, ഈ സ്റ്റാർബക്സിനായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതും തപ്പിയിട്ടാണ് നേരത്തെ നടന്നത്. പക്ഷേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല എക്സാക്റ്റ് എവിടെയായിരുന്നു എന്നുള്ളത്. നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാനപ്പോൾ ഇനി കുറച്ച് റീൽസൊക്കെ പോയി കാണട്ടെ. ബോറടിക്കുന്നു ഗൈസ്, ഉറക്കം വരുന്നു മെയിനായിട്ട്. ഒരു ഹാൻഡ് ബാഗേ കയ്യിലുള്ളൂ, പക്ഷെ അതിൻ്റെ വെയിറ്റ് എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാമറ, അതേപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ലൈക്ക് ചാർജർ, ബാറ്ററി, പിന്നെന്താണ് എഡിറ്റിങ്, അത് ഇതൊക്കെ ചെയ്യുന്നൊക്കെ സംഭവങ്ങളൊക്കെ മാത്രമേ ഈ ഒരു ബാഗേ ഉള്ളൂ. പക്ഷെ വൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വൻ വെയിറ്റ്. അയ്യോ, അവിടെ എത്തുമ്പോഴേലും ഞാൻ സൈഡാവും. എനിക്ക് സ്വീറ്റ്സിനോട് ഭയങ്കര ക്രേവിംഗ് ആണ്. 82 ഗേറ്റ്. ഞാൻ എങ്ങോട്ടോ, നമ്മുടെ ഗേറ്റ് നമ്പർ വരുന്നത് 82 ആണ് കേട്ടോ. അങ്ങോട്ടേക്കാണ്. അതിനേക്കാൾ മുമ്പ് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ വല്ലതും വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ കാശില്ല. നൈസ് കപ്പൻ ക്യാപ്. ഓക്കെ, ഞാൻ താഴോട്ടേക്ക് ഇറങ്ങണം.
82 ആണ്. 82 AG451. ഓക്കെ, താഴോട്ടേക്ക് ഇറങ്ങാം. അയ്യോ, എന്താ നമ്മൾ 82-ൽ ഇപ്പോൾ എത്തും. 82-ൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് തീർന്നു പോകുന്നു, അവിടെ എത്തുന്നു. അവിടെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനിടയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. 30 മിനിറ്റ് മസാജിൽ ഇറ്റ്സ് 250 ബാത്ത്. മസാജ് ചെയ്യേണ്ടി വരും. ബാഗിൻ്റെ വെയിറ്റ് അത്രയ്ക്കുണ്ട്. ആകെ അയ്യോ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓ, ഇത് മാത്രമാണ് എൻ്റെ ഹാൻഡ് ബാഗ്. പക്ഷെ ഇതിനകത്ത് ക്യാമറ, ഐപാഡ്, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. സോ ദാറ്റ് ഞാൻ കറക്റ്റ് റൂട്ടിൽ തന്നെ ഉള്ളെന്ന് തോന്നുന്നു. ആ, താഴെ തന്നെ, തിരിച്ചും താഴെ പോകണം. ഈ സാധനം ഉണ്ടല്ലോ, ഒരു 1.5 ഐറ്റമാണ് ബാഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ മസാജ് ഓപ്ഷനൊക്കെ ഉണ്ട്. സപ്പോസ് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നിട്ട് മസാജ് ചെയ്യാം. ഞാൻ ആദ്യം എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കട്ടെ. എന്നാൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലെങ്കിൽ ഞാൻ അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഞാൻ റീൽ കാണും. ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഇതേ സെയിം സ്പോട്ടായിരുന്നു കേട്ടോ, എനിക്ക് ഓർമ്മയുണ്ട്. ഇതാണ് നമ്മളുടെ ഫ്ലൈറ്റ്. Ladies and gentlemen, welcome on board Bangkok Airways Flight BG451 bound for Bui Airport. Our flight time will be 1 hour and 20 minutes. Thank you.